കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ ജലസേചന കിണറിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. കീരമ്പാറ തെക്കുമേൽ കുടിവെള്ള പദ്ധതിയുടെ കിണർ വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടം. കിണർ വൃത്തിയാക്കാനിറങ്ങിയ രണ്ടുപേർ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എന്നാൽ ഇതോടെ ചെങ്കര പള്ളിക്കുന്ന് ഭാഗത്തെ 45ഓളം വീട്ടുകാർക്ക് കുടിവെള്ളം ഇല്ലാതായിരിക്കുകയാണ്. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ തെക്കുമൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ ജലസേചന കിണറാണ് ഇടിഞ്ഞത്. കിണറിന്റെ ഒരു വശത്തെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്ന് കിണറിനുള്ളിലേക്ക് വീഴുകയായിരുന്നു. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരുന്ന ഭിത്തിയും മൺതിട്ടയുമാണ് കിണറിനുള്ളിലേക്ക് ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം കിണർ വൃത്തിയാക്കുന്നതിനായി പദ്ധതിയുടെ ഗുണഭോക്താവും നടത്തിപ്പുകാരിൽ ഒരാളുമായ കെ സുകുമാരനും മറ്റൊരു അതിഥി തൊഴിലാളിയും കിണറിൽ ഇറങ്ങിയിരുന്നു. കിണറിലെ ചെളി നീക്കം ചെയ്യുന്നതിനിടെയാണ് സംരക്ഷണ ഭിത്തി തകർന്നു വീണത്. തലനാരിഴയ്ക്കാണ് ഇരുവരും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇതേക്കുറിച്ച് സുകുമാരൻ ഇങ്ങനെ വ്യക്തമാക്കുന്നു. ഞങ്ങളിതിപ്പോൾ ഈ വെള്ളം ഈ വാട്ടർ ലെവലിൽ കിടക്കുമ്പോൾ തന്നെ ഈ വെള്ളമാണ് ഇങ്ങനെ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അടിച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കരിങ്കല്ല് കെട്ട് മൊത്തത്തിൽ അങ്ങ് ഇടിഞ്ഞു പോകുന്നത്. ഞാനും ബായിയും ഇതിൻ്റെ അടിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ കൊട്ടുവാൽ പോയപ്പോഴൊക്കെ ചെളിയിലേക്ക് ഇങ്ങനെ പിടിച്ച് വെള്ളം കയറി പോകാൻ പാകത്തിന് സുഖമായിട്ട് കയറി പോകാൻ പാകത്തിന് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പയ്യെ ഇടിയും പോലെ തോന്നി. അപ്പം തന്നെ ഞാൻ ബായിയോട് പറഞ്ഞു, ചാടി കയറാൻ പറഞ്ഞു. ബായി വാടോട്ട് കൊടുത്തു. ബായി കയറി ഞങ്ങൾ അർപ്രൈസയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഇടിഞ്ഞു പോകുന്നത്. ബായി എന്നെ കെട്ടിപ്പിടിച്ചേക്കണു, ഞാൻ വടത്തെ പിടിച്ചേക്കണു. അന്നേരമാണ് ഈ സാധനം ഇടിഞ്ഞു പോകുന്നത്. പിന്നെ ഒരു പുക കാരണം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് അർപ്രൈസയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറാൻ പറ്റിയില്ല. 8 വർഷം മുൻപാണ് പദ്ധതി നിലവിൽ വന്നത്. കിണറിനായി സ്വകാര്യ വ്യക്തിയും പെരിയാർ വാലിയും തുല്യ പങ്കാളിത്തത്തിൽ ഭൂമി വിട്ടു നൽകി. മോട്ടറും പൈപ്പ് ലൈനും ടാങ്കും പഞ്ചായത്ത് തുക ഉപയോഗിച്ച് നിർമ്മിച്ചു. എന്നാൽ 8 മാസം മുൻപാണ് ആന്റണി ജോൺ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് പൈപ്പ് ലൈൻ ശൃംഖല പൂർത്തിയാക്കിയത്. ജനങ്ങൾ തന്നെ പിരിവിട്ടാണ് പമ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി ബില്ല് ഒടുക്കുന്നത്. എന്നാൽ അധികം നാൾ ഇത് ഉപയോഗിക്കാനായില്ലെന്നും കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണെന്നും വീട്ടമ്മമാരടക്കം പരാതിപ്പെടുന്നു. 8 കൊല്ലമായി ടാങ്ക് പണിതിട്ടിട്ട്, എന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലമാണ് ഇവിടെ. അപ്പൊ 8 മാസമായുള്ളൂ വെള്ളം വന്നിട്ട്. അത് നല്ല വെള്ളമൊന്നും അല്ല, കലക്കവെള്ളമൊക്കെ ആയിരുന്നു കയറി വരുന്നത്. ഇപ്പൊ ഒട്ടും ഇല്ലാതെയായി, ഒട്ടും വെള്ളം കിട്ടാതെയായി. പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയതാണ് കുളം. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ഇതുമൂലമാണ് വെറും 8 വർഷം പഴക്കമുള്ള കിണർ ഇടിഞ്ഞതെന്നും കെ സുകുമാരൻ ആരോപിക്കുന്നു. ഇതിപ്പോ ചാടിപ്പോകാനുള്ള കാരണത്തിന് അതിന്റെ കെട്ടിന്റെ വീതിയില്ല, നിസ്സാര വീതിയിലാണ് കെട്ടിയത്, ചെളി കോരിയിട്ട് കെട്ടിയാണ്. അപ്പൊ ഇത്രയും വലിയ ആഴമുള്ള കിണറിന് ഈ ചെറിയ 1.5 അടി വീതിയിലൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിൽക്കുന്നു? ഞാനൊരു കരിങ്കല്ല് പണിക്കാരനാ, എനിക്കറിയാം ഇത് എങ്ങനെ നിൽക്കും, കരിങ്കല്ല് ഭിത്തി എങ്ങനെ നിൽക്കും, എവിടെ ഏത് രീതിയിൽ കെട്ടണം. ഞാൻ ഇന്നുവരെ എൻ്റെ കെട്ടൊന്നും ഇടിച്ചില്ല, അതുപോലെ പണിയുന്ന ആളാണ് ഞാൻ, എനിക്കറിയാം. അപ്പൊ ഈ കരിങ്കല്ല് കെട്ട് എന്തായാലും ഞങ്ങള് താഴെ ഇടിഞ്ഞു പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള അഴിമതി ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പറയാൻ കൊള്ളൂല. എന്നാലും എനിക്ക് പറയാൻ യാതൊരു മടിയില്ല. കിണർ വൃത്തിയാക്കാൻ വാടകയ്ക്കെടുത്ത മോട്ടറും ഒപ്പം പദ്ധതിയുടെ മോട്ടറും നിലവിൽ മണ്ണിനടിയിലാണ്. ഇത് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിലവിലുള്ള മോട്ടോർ പുര തകർന്നു വീഴാതെ ഉടൻ തന്നെ ബലപ്പെടുത്തേണ്ട ആവശ്യവും നിലനിൽക്കുന്നു. 14-ാം വാർഡിലെ പള്ളിക്കുന്നിന് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റി ജലവിതരണം നടത്തുന്നുണ്ട്. എന്നാൽ ഇവിടേക്ക് മാത്രം ഇല്ല. 45 വീട്ടുകാർക്കാണ് ഇതോടെ കുടിവെള്ളം നിലച്ചിരിക്കുന്നത്. വേനൽ കനക്കുന്ന സാഹചര്യം പരിഗണിച്ച് അടിയന്തര പരിഹാരം കണ്ടെത്തി നൽകാൻ അധികാര കേന്ദ്രങ്ങളോട് ആവശ്യപ്പെടുകയാണ് നാട്ടുകാർ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.